ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ട്രിപ്പ് പോവാണ്. വയനാട് ആൻഡ് ഊട്ടി. കോളേജിൽ നിന്ന് 3 days ഉള്ള ട്രിപ്പ്. അങ്ങനെ നമ്മൾ കോളേജിൽ ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയാണ് പോകുന്നത്. എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഒക്കെ നാട്ടിൽ വന്ന് നിൽക്കുന്ന ടൈമിൽ ഞങ്ങൾ രണ്ടും ആദ്യമായിട്ടാണ് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് കലാപരിപാടികൾ, പാട്ട്, ഡാൻസ്. അപ്പോൾ നൈറ്റിൽ കഴിക്കാനുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബസ്സിൽ തന്നെ ആയിരുന്നു നമ്മുടെ ഉറക്കമൊക്കെ. അങ്ങനെ നമ്മൾ രാവിലെ 6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഫ്രഷ് അപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും ഫ്രഷ് അപ്പ് ഒക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് 9:30-10 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല വിശപ്പുണ്ട്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറുവ ദ്വീപിലേക്കാണ്. നമുക്ക് അവിടെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉള്ളത്. നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു അങ്ങോട്ട് ട്രാവൽ. തൽക്കാലത്തേക്ക് ഒന്ന് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് കഴിച്ചു. എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ആയിരുന്നു. അപ്പവും ഇടിയപ്പവും കടലക്കറി മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കുറുവ ദ്വീപിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. കാരണം നമ്മൾ കുറുവ ദ്വീപിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചങ്ങാടം പോലെ ഉണ്ട്. അതിൽ കയറിയിട്ടാണ് അപ്പുറം പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളത് ഇങ്ങനൊരു സ്ഥലത്താണ് കൊണ്ടാക്കിയത്. ഒരു കാട് പോലുള്ള ഒരു ഏരിയ ആണ്. എന്നിട്ട് നമുക്ക് ദ്വീപിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മളിത് ആ ദ്വീപിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളിങ്ങനെ കൈ പിടിച്ചാണ് നടന്നത്. കാരണം പാറയ്ക്ക് നല്ല രീതിക്ക് വഴക്കലുണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള ബോയ്സ് എല്ലാവരും അവർ വെൽ പ്ലാനഡ് ആയിട്ടാണ് വന്നത്. കാരണം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് അവർ വന്നത്. ബട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാന്നുള്ളൊരു പ്ലാനേ ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവന്മാരെല്ലാം കൂടെ ചേർന്ന് വെള്ളം കോരി ഒഴിച്ച് നമ്മളെ നനയിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സെയിം സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത്. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് പോകുന്നത് മീൻമുട്ടി വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് താഴെയല്ല കേട്ടോ വാട്ടർഫാൾസ്, പാറയുടെ മുകളിലായിട്ടാണ്. അത് കാണണമെങ്കിൽ നമ്മൾ ഈ പാറ നടന്ന് കയറി വേണം അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ റോക്കിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ പിടിച്ച് വേണം മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് മുകളിൽ വരെ കയറി വന്നതാണ്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. എന്നാൽ ടൈം ആയതുകൊണ്ടായിരിക്കും വാട്ടർഫാൾസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ നിന്ന് കയറി ഇറങ്ങിയപ്പോൾ തന്നെ നല്ലോണം ക്ഷീണിച്ചു. അപ്പം നമ്മൾ ഒരു ലൈം ജ്യൂസ് വാങ്ങി കുടിച്ചു. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ബാണാസുര ഡാം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അത് ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനടുത്ത് തന്നെ ഇതൊരു എക്സിബിഷൻ നടക്കുന്ന ഒരു ഹോൾ ഉണ്ടായിരുന്നു. അവിടെയാണ് പോയത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഇതുപോലെ ചെറിയ ചെറിയ ഹട്ട് ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ അതിനുള്ളിൽ ഇരുന്നാണ് ഫുഡ് കഴിച്ചത്. നമുക്ക് നൈറ്റിൽ വന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു.